മലയാളികൾക്കേറെ പ്രിയങ്കരിയായ നടിയാണ് പ്രിയങ്ക. മലയാള സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ താരം ചെയ്തിട്ടുണ്ട്. ചെറുതോ വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും താരത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. പുലുവൽ കല്യാണം അടക്കമുള്ള ചിത്രങ്ങളിലെ നടി അവതരിപ്പിച്ച കഥാപാത്രം മലയാളികൾ ഒരു കാലത്തും മറക്കാനിടയില്ല. ഇതിനൊപ്പം തന്നെ ടെലിവിഷൻ മേഖലയിലും താരം സജീവമായിരുന്നു. കോമഡി നടിയായും സഹനടിയായും എല്ലാം താരം തിളങ്ങിയിരുന്നു. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പരിഭവം പാർവതി എന്ന പരമ്പരയിലെ പാർവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് പ്രിയങ്ക കുടുംബ പ്രേക്ഷകരെ നേടിയത്. ഒരിടയ്ക്ക് ചില കേസുകളിലും വിവാദങ്ങളിലും ഉൾപ്പെട്ട് വാർത്തകളിൽ നിറഞ്ഞിരുന്നു നടി. മലയാള സിനിമയിലെ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ ആക്റ്റീവ് മെമ്പറാണ് പ്രിയങ്ക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ അമ്മയിലെ ചില അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂട്ടുരാജി നടത്തിയിരുന്നു. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവരാണ് രാജിവെച്ചത്. എന്നാൽ അമ്മ സംഘടന, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതലായവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ നടി പ്രിയങ്ക തയ്യാറായില്ല. 1 to Talk എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഹൈദർ അലി പ്രിയങ്കയോട് അമ്മ സംഘടന, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നടി രോഷാകുലയായി. താരത്തിന്റെ പുതിയ സിനിമയായ കുട്ടന്റെ ഷിനിഗാമിയുടെ പ്രൊമോഷൻ എത്തിയപ്പോഴാണ് അവതാരകനായ ഹൈദർ അലി അമ്മ സംഘടന, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നിവയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയത്. എന്നാൽ ചോദ്യം കേൾക്കാൻ പോലും നിൽക്കാതെ പ്രിയങ്ക അഭിമുഖത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങി. അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് തന്നോട് ചോദിക്കരുതെന്ന്, അതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. തീ കത്തുന്നിടത്ത് കൂടുതൽ വാരിയിട്ട് കത്തിക്കാൻ നോക്കരുതെന്നും പ്രിയങ്ക പറഞ്ഞു. അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്, അതിലെനിക്ക് എതിർപ്പുണ്ട്. സിനിമയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തീ കത്തുന്നിടത്ത് കൂടുതൽ വാരിയിട്ട് കത്തിക്കാൻ നോക്കരുത്, എനിക്ക് താല്പര്യമില്ല. അമ്മയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്റെ കയ്യിൽ നിന്നും ഉത്തരം കിട്ടില്ല. എനിക്ക് ചിലത് പറയാനുണ്ട്, പക്ഷെ ഇപ്പോഴല്ല. ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാനുള്ള സാഹചര്യവുമില്ല. വാതിലിൽ ആരെങ്കിലും മുട്ടിയാൽ മുട്ടിയവരുടെ കൈ ഒടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറയും മുമ്പ് ആലോചിക്കണം, സമയം വേണം. താരസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയും. ഒരു മാവിൽ 100 മാങ്ങയുണ്ടാകും. അതിൽ 4 or 5 മാങ്ങ ചീഞ്ഞുവെന്ന് കരുതി മൊത്തം ആളുകളെയും കല്ലെറിയാൻ നിൽക്കരുത്. പ്രതികരിക്കേണ്ടതിന് അപ്പോൾ തന്നെ പ്രതികരിക്കുക. ഇപ്പോൾ ഇതും പറഞ്ഞ് നമ്മളെയൊക്കെ അടിച്ചു താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ജനങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കുന്നത് നമ്മളാണ്. അമ്മ സംഘടനയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ആ ബഹുമാനം അമ്മ സംഘടനയോടുണ്ട്. അതുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്. അമ്മ സംഘടന വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. എന്റെ കയ്യിലുള്ള ബോംബ് പൊട്ടിക്കേണ്ട സമയത്ത് ഞാൻ പൊട്ടിച്ചിരിക്കുമെന്നും പറഞ്ഞാണ് പ്രിയങ്ക അവസാനിപ്പിച്ചത്. അതേസമയം മലയാള സിനിമാ മേഖലയിൽ സമാന്തര സംഘടനയായി പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ വരാൻ പോവുകയാണ്. ചലച്ചിത്ര മേഖലയിലെ പുരോഗമന കാഴ്ചപ്പാടുള്ള പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ. മലയാളത്തിലെ സിനിമാ സംഘടനകൾക്ക് ബദലായി ഒരുങ്ങുന്ന പുതിയ സംഘടനയാണിത്. തൊഴിലാളികളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിയാണ് പുതിയ സംഘടന രൂപീകരിക്കുന്നതെന്നായിരുന്നു അണിയറ പ്രവർത്തകർ നൽകിയ വിശദീകരണം.